എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് പല വീഡിയോകളിലായിട്ട് മരണം എന്ന വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് പോരുകയാണ് അല്ലേ. ഇന്ന് അതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു മരണശേഷം വാട്ട് ഈസ് ഹാപ്പനിങ് ടു അവർ ബോഡി എന്നതായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. മരണശേഷം നമ്മളുടെ ശരീരത്തിന് എന്ത് പ്രാപിക്കുന്നു, അത് എന്താകുന്നു, അതുപോലെ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് പ്രയാണം എങ്ങോട്ടാണ് അത് ഗമിക്കുന്നത്, ഇത് നമ്മളെ വേദിക് ലിറ്ററേച്ചർ പ്രകാരം അല്ലെങ്കിൽ വേദിക് കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള ഉപനിഷത്തുകളിലും മറ്റും മറിച്ചും എന്താണ് പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളത് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ മരണശേഷം നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരം വിട്ടുപോകുന്നു. ശരീരം ഗോസ് ടു എർത്ത്, ശരീരം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ പോകുന്നു. ഇതാണ് നമ്മുടെ ശരീരം ഭൂമിയിൽ തന്നെ വരുന്നു, അത് അതേ ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഭസ്മാന്തം ശരീരം എന്ന് പറഞ്ഞത് ഭസ്മമായിട്ട് ശരീരത്തിൽ വിട്ടുപോകുന്നു. നമ്മുടെ മാക്രോ പാർട്ട് ഓഫ് ദ ബോഡി ഗോസ് ടു എർത്ത് അഗെയിൻ. പിന്നെ നമുക്ക് മൈക്രോ പാർട്ടാണുള്ളത്, സൂക്ഷ്മ ശരീരമാണ്. ഈ സൂക്ഷ്മ ശരീരം വിട്ടാൽ ഉടനെ അതിൻ്റെ ഊർദ്ധയാത്ര, മുകളിലേക്കുള്ള യാത്ര ശരവേഗതയിൽ കുതിക്കുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് മരിച്ചാൽ ഉടനെ ഒരു അവ്യക്തമായ ശരീരത്തെ പ്രാപിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ആ ശരീരം എന്ന് പറയുന്നത് യാതനാ ശരീരമോ ആയിരിക്കും, അല്ലെങ്കിൽ ദിവ്യ ശരീരമായിരിക്കും. മരിച്ചതിന് ശേഷം നമ്മുടെ ആത്മാവ് കയറിപ്പോകുന്ന 2 വെഹിക്കിളിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ദിവ്യമായ യാത്രയാണെങ്കിൽ അത് മഹാത്മാക്കൾക്കുള്ളതാണ്, മോക്ഷം പ്രാപിച്ചിരിക്കുന്നതാണ്. അത് ഭൂലോകത്ത് നിന്ന് ഭൂവർലോകം മുകളിലേക്കുള്ള ലോകത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ അതോ ലോകത്തിലേക്ക് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഒരു സൽപ്രവർത്തനങ്ങളും ഒരു നല്ല കാര്യവും ചെയ്യാത്ത വ്യക്തികളുണ്ടല്ലോ, അവരുടെ ആത്മാവ് ശരീരം വിട്ടാൽ നേരെ ഊർദ്ധഗതി അല്ലെങ്കിൽ പാതാളത്തിലേക്കാണ്, അഥവാ നരകലോകത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്. അങ്ങനെ നരലോകത്തിൽ അല്ലെങ്കിൽ നരകലോകത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മൾ ഈ നരകം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ പാതാള ലോകം എന്നൊക്കെ പറയുമ്പോൾ കേവലം ഒരു ലോകമാണ് എന്ന നമ്മുടെ ധാരണ. അങ്ങനെയല്ല. കാരണം ഈ അതല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാളം, ഇങ്ങനെ പല പല നരകീയ ലോകങ്ങളുണ്ട്. ലാസ്റ്റിലാണ് നമ്മൾ പാതാള ലോകത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അതലമുണ്ട്, വിതലമുണ്ട്, സുതലമുണ്ട്, മഹാതലമുണ്ട്, രസാതലമുണ്ട്, ഇങ്ങനെ വ്യത്യസ്ത പാതാള കീഴ്പോട്ടുള്ള നരലോകത്തിലേക്ക് തന്നെ വ്യത്യസ്ത ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ഈ ലോകത്തിലേക്ക് നമ്മളുടെ ചെയ്തികൾക്കനുസരിച്ചിട്ടാണ് ഡ്യൂറേഷൻ കൂടുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ചിലർ 3 മണിക്കൂർ കൊണ്ട് അടുത്ത ശരീരത്തെ പ്രാപിക്കും, അടുത്ത യോനിയെ പ്രാപിക്കും. ചിലരാകട്ടെ 24 മണിക്കൂർ കൊണ്ട്, ചിലർ 10 ദിവസം കൊണ്ട്, ചിലർ 365 ദിവസം യാത്ര ചെയ്താലേ മറ്റൊരു പുതിയ നവശരീരത്തിലേക്ക് കയറിക്കൂടാൻ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ കൂടെ ആരുണ്ടാവും? സഹയാത്രികരായിട്ട് യമദൂതന്മാരുണ്ടാവും. യമലോകത്തിലേക്കുള്ള യാത്രയിൽ നമ്മളെ അനുഗമിക്കുന്നത് കിങ്കരന്മാരാണ്. അവരുടെ കയ്യിൽ എല്ലാ വിധ പീഡനായുധങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ യാത്രയിലെ ആദ്യമായിട്ട് നമ്മൾ പോകുന്ന യാതനാ ശരീരം എന്ന, അതൊരു ടെമ്പററി ബോഡിയാണെന്ന, അത് നമ്മുടെ ഈ ഭൗതിക ശരീരം കൊണ്ട് കാണാവുന്ന ഒരു ശരീരമല്ല. നമുക്ക് എല്ലാം ഒന്നും കണ്ടുകൊണ്ട് കാണുന്ന ലോകമൊന്നും അല്ല. അല്ലാതെയും ഇപ്പോൾ ഉറക്കത്തിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് ഒരു താൽക്കാലിക ശരീരത്തെ പ്രാപിക്കുന്നു എന്നാ പറയുന്നത്. ആ താൽക്കാലിക ശരീരം യാതനാ ശരീരം എന്നാ പറയുന്നത്. ആ യാതനാ ശരീരം വെച്ചാണ് നമ്മൾ സ്വർലോകത്തേക്ക് അല്ലെങ്കിൽ പിന്നെ മരണാനന്തര ലോകത്തിലേക്കുള്ള യാത്രയിൽ, യാതന എന്ന് പറഞ്ഞാൽ തന്നെ അതിപീഡയുടെ യാത്രയാണ്. അതായത് ഈ യമദൂതന്മാര് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എനർജിയുടെ ഇടയ്ക്കിടയ്ക്ക് ഷോക്ക് തരുന്ന ആൾക്കാരുണ്ടാവും. അത് നമ്മൾ ഇവിടുന്ന് ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സൽപ്രവൃത്തി ചെയ്യണ്ടേ, എങ്കിൽ മാത്രമാണ് നമുക്ക് ആ യാത്ര സുഗമമാവുള്ളൂ. അപ്പോൾ ഈ യാതന ശരീരി മരിച്ച് 3 മണിക്കൂറിനുള്ള അന്ത്യേഷ്ടി ക്രിയകൾ ചെയ്യണം, ശ്രാദ്ധാദി കർമ്മങ്ങൾ ചെയ്യണം. കാരണം ശ്രാദ്ധാദി ഇവിടെ മരിച്ച ശരീരത്തെ ക്രീമിയേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ നരകയാത്ര ആരംഭിക്കുക എന്നാണ് പറയുന്നത്. നരകയാത്ര ആരംഭിക്കുന്നത് അതാണ്. മരിച്ച ഉടനെ എത്രയും പെട്ടെന്ന് മിനിമം 3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ എന്തായാലും നമ്മൾ ശവസംസ്കാരം, അല്ലെങ്കിൽ ഭാര്യയുണ്ട് ഭർത്താവുണ്ട് ഗൾഫിൽ നിന്ന് വരാനൊന്നും കാത്തിക്കാൻ ഈ
വേദിക് കൾച്ചർ അല്ലെങ്കിൽ ലിറ്ററേച്ചർ പ്രകാരം അനുവദനീയമല്ല. എത്രയും പെട്ടെന്ന് സംസ്കരിക്കപ്പെടണം, അല്ലെങ്കിൽ നമ്മുടെ യാത്ര കുറച്ചും കൂടി ദുർഘടമാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിക്കൊണ്ട് രഥമൊക്കെ തയ്യാറാണ്. ഇവിടെ നമ്മുടെ മരിച്ച ഡെഡ് ബോഡി, ശവശരീരം ശ്മശാനത്തിലേക്ക് എടുത്ത് വേണ്ടും വിധം അത് എന്താ ചെയ്യുക, സാധാരണ എന്ത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് അന്ത്യക്രിയ ചെയ്താലേ പിന്നെ യാത്ര തുടങ്ങുള്ളൂ. അപ്പം അതാണ് ആദ്യം പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഈ സമയത്ത് ഈ യാതനാ ശരീരത്തെ പ്രാപിച്ച ശരീരക്കുണ്ടല്ലോ, ആ ആത്മാവിന് എന്താണ് സംസാരിക്കാൻ കഴിയും, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. എന്നാൽ മരിക്കാത്ത നമ്മുടെ ബന്ധുക്കളും ഇവരൊക്കെ വട്ടളഞ്ഞ് നിൽക്കുന്നുണ്ടാവുമല്ലോ, അവർ സംസാരിക്കുന്നത് യാതനാ ശരീരക്ക് കേൾക്കാൻ പറ്റും. പക്ഷെ യാതനാ ശരീരക്ക് ഈ ഇവർ സംസാരിക്കുന്നത് കേൾക്കാൻ യാതനാ ശരീരം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാവതല്ല. അതുകൊണ്ട് യാതനാ ശരീരി ഈ യാതന അല്ലെങ്കിൽ പീഡ ഏറ്റുവാങ്ങുന്ന ഈ ആത്മാവുണ്ടല്ലോ, നമ്മുടെ മരിച്ചു ചുറ്റും ഇങ്ങനെ വട്ടളഞ്ഞ് നിൽക്കുന്നവരില്ലേ, അവരോട് യാചിക്കും, നിങ്ങൾ വല്ല ദൈവികമായിരിക്കുന്ന കീർത്തനങ്ങളോ ഒക്കെ ചെല്ലണം. അതുകൊണ്ട് മരിച്ച വീട്ടിലൊരിക്കലും കരയരുത് എന്ന് പറയാനുള്ള കാരണം അതാണ്. എത്ര കണ്ട് നമ്മൾ ദുഃഖിക്കുന്നുവോ, ആർത്തു വിളിക്കുന്നുവോ, കരയുന്നുവോ, അത്ര കണ്ട് ഈ യാതനാ ശരീരം പ്രാപിച്ച ആത്മാവിനെ യാത്ര ദുർഘടമാവുന്ന പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ ആ കാര്യത്തിൽ ക്രിസ്ത്യൻസൊക്കെ നല്ല രീതിയിൽ അവർ വന്ന് പ്രാർത്ഥനയൊക്കെ നടത്തും. നമ്മൾ അധികം ഈ ഹിന്ദുസൊക്കെ വട്ടളഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ എന്നാ രാമനാമം ജപിക്കുകയോ ഇല്ല വിഷ്ണു സഹസ്രനാമം എന്തെങ്കിലും കീർത്തനങ്ങൾ ചെല്ലുമോ, ആ കീർത്തനങ്ങൾ ചെല്ലുകയാണെങ്കിൽ ഈ നമ്മൾ ഈ ആത്മാവിൻ്റെ യാത്ര സുഗമമാക്കി കൊടുക്കുകയാണ്. അപ്പം അവിടുന്ന് അങ്ങേര് വിളിച്ച് പറയും, നിങ്ങൾ രാമനാമം ചൊല്ലൂ അല്ലെങ്കിൽ കീർത്തനങ്ങൾ ചൊല്ലൂ, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റില്ല, നമ്മൾ പറയുന്ന ആൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹം ഇവിടുന്ന് യാത്ര, അങ്ങനെ ശവസംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ യാതനാ ശരീരി തൻ്റെ വാഹനത്തിൽ കയറുകയായി. ശിവദൂതന്മാരുണ്ടാവും ചാട്ടവാറും പീഡകളും കൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എന്തൊക്കെ വൃത്തികെട്ട അല്ലെങ്കിൽ എന്തൊക്കെ നരകീയ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ അനന്തരഫലം ഈ യാത്രയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഈ ശവശരീരത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ ഒരിക്കലും കരയാൻ പാടില്ല. അപ്പോൾ മരണം കഴിഞ്ഞാൽ 3.25 മണിക്കൂറിനുള്ളിൽ ശരീരം ദഹിപ്പിക്കണം. കാരണം അത് ദഹിപ്പിച്ചാലേ ഇവിടുന്ന് ഈ യാത്ര ആരംഭിക്കൂ. പിന്നെ മാത്രമല്ല ഈ യാതന ശരീരത്തിൽ ഉള്ള ആത്മാവിന് എല്ലാവിധ ഓർമ്മകളും ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ ആ ഓർമ്മകൾ, മുമ്പേ ചെയ്ത ഓർമ്മകളൊക്കെ അപ്പം അങ്ങനെ വരും. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി നല്ല കാര്യങ്ങൾ, പുണ്യ കർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ, പുണ്യകർമ്മങ്ങൾ ചെയ്തവനെ AC ബസ്സിൽ യാത്ര ചെയ്യാം. അല്ലാത്തവർക്ക് ഈ ലോറിയിലോ ട്രക്കിലോ ഒക്കെ ഉള്ള യാത്രകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം യാതനാ ശരീരത്തിൽ നിന്നുകൊണ്ട് നിങ്ങളിങ്ങനെ കേണപേക്ഷിക്കും, ഈ മരിക്കാത്തവരുടെ ആയിക്കൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുതേ, നിങ്ങൾ കീർത്തനങ്ങൾ ചെല്ല് എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും അവർക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെ ഈ യാത്ര ആരംഭിച്ചു, അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതീവ ചുട്ടുപൊള്ളുന്ന ഒരു മേഖലയിലൂടെയാണ് ആദ്യം കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. അതായത് അത്യുഷ്ണ മേഖലയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ സഹിക്കാൻ പറ്റാത്ത അത്രയും വീതത്തിലുള്ള ചൂട് ഈ യാതനാ ശരീരക്ക് അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോഴാണ് ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ കുറച്ച് മഹാത്മാക്കളൊക്കെ, ചില ആൾക്കാരൊക്കെ, കുറച്ച് നല്ല കാര്യം ചെയ്തവരൊക്കെ അവിടെ ഒരു മരം ഉണ്ടാവും എന്നാ പറയുന്നത്, ആ മരച്ചോട്ടിൽ വിശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഈ യമദൂതന്മാർ ഈ ദുഷ്ടത ചെയ്തിട്ടുള്ള ഒരു യാതനാ ശരീരത്തെ പ്രാപിച്ച വ്യക്തിക്ക് ആ മരച്ചുവട്ടിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. നോ, യു ഹാവ് നോ റൈറ്റ് ടു ബി സിറ്റഡ് അണ്ടർ ദാറ്റ് ട്രീ. ആ മരച്ചുവട്ടിൽ ഇരിക്കാൻ നിനക്ക് അവകാശമില്ല മോനെ, കാരണം നീ ജീവിച്ചിരിക്കുമ്പോൾ ഒരു മരവും നട്ടിട്ടില്ല, ഉള്ള മരമൊക്കെ നീ വെട്ടിമുറിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ നരകയാത്ര ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്ക് തുല്യം, അതിനേക്കാൾ അത്യുഷ്ണമായ മേഖലയിൽ നിനക്ക് കടന്നു പോകണം. മാത്രമല്ല അവിടെ അഗ്നിഗോളങ്ങളുടെ ഇടയിൽ കൂടെ പോകണം, തീച്ചുളകളുടെ മുമ്പിലേക്ക് പോകണം എന്നൊക്കെ നമ്മുടെ നരകയാത്രയെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഞാനത് അത്രയും അങ്ങോട്ട് ദുർഘടമാക്കുന്നില്ല. എന്തായാലും ജീവിച്ചിരിക്കുമ്പോൾ നാം ചെയ്ത പുണ്യകർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, ഈ യാത്ര. അങ്ങനെ ആദ്യം വളരെ ശ്രദ്ധയോടെ ഈ ഇടയ്ക്കിടയ്ക്ക്
ശിവകിങ്കരം അല്ലെങ്കിൽ യമദൂതന്മാർ നല്ല പെടപ്പ് കൊടുക്കുന്ന പറയുന്നത്. അപ്പം കൈകളെ കൊണ്ടതാണ്, കയ്യിൽ എന്നറിയാം മുള്ള, ആ ശരീരം കൊണ്ട് നന്നായി പ്രഹരിക്കുന്നതാണ്. ഈ പ്രഹരം കിട്ടുമ്പോൾ ഈ യാതനാ ശരീരി കരഞ്ഞുകൊണ്ടുള്ള പീഡനങ്ങളൊക്കെ സഹിക്കും. അങ്ങനെ ഈ തപോഭൂമിയിലൂടെ അല്ലെങ്കിൽ ഈ അത്യുഷ്ണ മേഖലയിലൂടെയാണ് അത്ര ആദ്യം പ്രയാണം ചെയ്യുന്നത്. അങ്ങനെ അത്യുഷ്ണ മേഖലയിലൂടെ പ്രയാണം ചെയ്ത് അങ്ങനെ പോയി അടുത്ത് അദ്ദേഹം ഒരു നദിയുടെ അടുത്തേക്ക് എത്തും. ഈ യാതനാശരീരം ഇതിപ്പോ ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ ഇവിടെ കാണപ്പെടുന്ന ശരീരത്തെ അല്ല പറയുന്നത്, ഒരു ടെമ്പററി ശരീരമാണ്. നമ്മൾ അർദ്ധജന്മത്തിലേക്ക് കയറിയിട്ടില്ല. ആ ടെമ്പററി ശരീരത്തിൽ വളരെ യാതനയോടുകൂടിയുള്ള ആ യാതന ശരീരി അങ്ങനെ ഒരു പുഴയുടെ വക്കത്തെത്തുന്ന പറയുന്നത്, ഒരു നദിയുടെ തീരത്ത്. ആ നദിയുടെ പേര് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എന്താണ് അതിന്റെ പേര്? വൈതരണി നദി എന്നാ. വൈതരണി നദി. ഈ വൈതരണി നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആ വൈതരണി നദിയിൽ അത് എന്താണ്, ജലാശയം അല്ല അതിലുണ്ടാവുന്നത്. കാരണം അത് മാത്രമല്ല, ഇതിനു മുമ്പേ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വൈതരണി നദിയിലും നിറയെ രക്തങ്ങൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ചലങ്ങള്, അതുപോലെ മല ദുർഗന്ധങ്ങള്, മൂത്രം. അപ്പൊ മൂത്രം, മലവും അല്ലെങ്കിൽ സകലവിധ മാലിന്യങ്ങളും ഈ വൈതരണി നദി നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് പല സ്ഥലത്തും. കാരണം നമുക്കറിയാം, നമ്മുടെ യാത്ര ചെയ്യുമ്പോൾ പല ഗട്ടേഴ്സുകളിലും പല റോഡ് സൈഡിലൊക്കെ ഈ വൈതരണി, പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തൊക്കെ ചെന്നാൽ നമുക്ക് ഈ വൈതരണി നദിയുടെ പ്രത്യക്ഷ രൂപം കാണാം അല്ലേ. ആലപ്പുഴ ഭാഗത്തൊക്കെ ഈ ദുർഗന്ധം വമിക്കുന്ന നദി, അതിന് നിറയെ മാലിന്യങ്ങളുടെ കൂമ്പാരമായിരിക്കും. അതിങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത് ഈ വൈതരണി നദി. ആ വൈതരണിയിൽ ഈ ചലം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നിറയെ രക്തവും അതുപോലെ ചലവും മൂത്രവും അതുപോലെ സകലവിധ മാലിന്യങ്ങളും മലം ഇതൊക്കെ വിസർജിക്കുന്ന ഒരു നദിയാണ്. കണ്ടോ നദി? ആ നദി ഇങ്ങനെ കാണുമ്പോൾ ദുർഗന്ധം ഇങ്ങനെ വരുന്നു. അപ്പോൾ യമദൂതന്മാര് പറയും, നിനക്ക് ഈ നദിയിലൂടെ നീന്തിയിട്ട് വേണം മറുകരയിലെത്താൻ, അടുത്ത അങ്ങേക്കരയിലെത്താൻ വൈതരണി നദി തരണം ചെയ്യണം മോനെ. അയ്യോ, ഞാനിതിൽ ചാടില്ലപ്പാ, ഇതിൽ നിറയെ മാംസങ്ങളും അല്ലെങ്കിൽ നിറയെ ചീഞ്ഞളിഞ്ഞ വസ്തുക്കളാന്നൊക്കെ പറഞ്ഞ് പിന്നിലേക്ക് വലിക്കാനും പറ്റില്ല. കാരണം ചാടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ചാടിയേ പറ്റൂ. ഇതാണ് ശരിക്കും നമ്മളുടെ നരകീയ യാത്ര എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ നരകീയ പുഴയിലൂടെ ക്രോസ് ചെയ്തിട്ട് വേണം അക്കരയ്ക്ക് എത്താൻ. അഥവാ ചാടാതെ നിൽക്കുകയാണെങ്കിൽ ഈ യമദൂതന്മാർ തള്ളി ആ നദിയിലേക്ക് ഇടുന്നാ പറയുന്നത്. എന്നിട്ട് ആ നദിയിലൂടെ നീന്തി അക്കരയിലേക്ക് എത്തണം എന്നാണ്. അപ്പോഴാണ് ഈ യാതനാ ശരീരി ഈ വൈതരണി നദിയിൽ ചിലരൊക്കെ കാണുന്നു, എന്ത്, തോണിയിൽ സഞ്ചരിക്കുന്നത് കാണും. ചിലർക്കൊക്കെ ഒരു തൽക്കാലം ഒരു ബോട്ട്, തോണി എന്ന് പറയാം, ചിലർക്ക് ആ ബോട്ടിലിരുന്ന് യാത്രയാണ്. അപ്പോൾ ഈ യാതനാ ശരീരി പറയും, എനിക്ക് ആ തോണിയിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഞാൻ അതിൽ പോയിക്കോളാം, ഞാൻ നീന്തണ്ടല്ലോ. അപ്പോൾ യമദൂതന്മാർ പറയൂ അത്രേ, നോ, നിനക്കതിൽ പോകാനുള്ള റൈറ്റ് ഇല്ല. കാരണം നീ ജീവിച്ചിരിക്കുമ്പോൾ ഗോദാനം ചെയ്തിട്ടില്ല, പശുക്കളെ പരിപാലിച്ചിട്ടില്ല. അപ്പോൾ ഗോദാനവും അങ്ങനത്തെ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ നീ ജീവിച്ചിരിക്കുമ്പോൾ പശുക്കൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പശുക്കളെ കൊല്ലുകയല്ലാണ്ട് അതിന് മാംസം ഭക്ഷിക്കുകയല്ലാണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നീ ഈ ദുർഗന്ധം വ്യാപിക്കുന്ന ഇതിലൂടെ കടന്നു പോകേണ്ടത്. അപ്പോൾ ഗോദാനങ്ങൾ, ഗോരക്ഷ, പശുപാലനം, അതുകൊണ്ടാണ് നമ്മുടെ ശ്രീകൃഷ്ണൊക്കെ ഒരു ഈ രക്ഷയിൽ വളരെയധികം അതീവ താല്പര്യനായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു പശുവിന് ഒരു വെള്ളമൊന്നും കൊടുക്കൂല. പശുവിൻ്റെ പാലും മിൽമ വഴി നമ്മൾ മാക്സിമം ഊറ്റി കുടിക്കും എന്നുള്ളതാണ്. അപ്പം നീ ജീവിച്ചിരിക്കുമ്പോൾ പശുപാലനം അല്ലെങ്കിൽ ഈ ഗോക്കളെ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഈ ബോട്ടിലൂടെ ടിക്കറ്റ് കിട്ടുമായിരുന്നു. നിനക്കിനി ഈ ബോട്ടിലൂടെ പോകാൻ പറ്റില്ല. കാരണം നീ ജീവിച്ചിരിക്കുമ്പോൾ ആ പുണ്യകർമ്മം ചെയ്തിട്ടില്ല, ഗോരക്ഷ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ ഈ ദുർഗന്ധം വമിച്ചു കുത്തിയൊഴുകുന്ന നദിയിലൂടെ നീ യാത്ര ചെയ്തേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ ആ വൈതരണി നദിയുടെ അങ്ങേക്കരയിലുള്ള നരലോകത്തിലേക്ക് അദ്ദേഹം യമലോകത്തിൽ എത്തുന്നു. അങ്ങനെ അവിടെ ഇതൊക്കെ വേദിക് ലിറ്ററേച്ചർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് നമ്മൾ ചർച്ച വിധേയമാക്കുന്നത്.
ഇത് വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ എന്നുള്ളതൊക്കെ യുക്തി സഹജമായിട്ട് നമ്മൾ സ്വയമേവ ചിന്തിക്കണം. ഏതായാലും നമ്മളെ ശാസ്ത്രങ്ങളിൽ ഇതൊക്കെയാണ് നരകത്തെക്കുറിച്ച് വർണ്ണിച്ചു വെച്ചിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം വൈതരണി നദി കടഞ്ഞ് അങ്ങേക്കരയിലുള്ള യമ ലോകത്തിലേക്ക് അഥവാ കാലന്റെ പ്രവിശ്യയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ കാലന്റെ കൊട്ടാരോ താമസലോ വാസലോ അവിടെ ഇങ്ങനെ ചെന്നു. അവിടെ ആ റിസപ്ഷൻ കൗണ്ടർ ഉണ്ടല്ലോ, നമ്മളെവിടെ ചെന്നാൽ റിസപ്ഷൻ കൗണ്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റിസപ്ഷൻ കൗണ്ടറിൽ ഒരു റിസപ്ഷനിസ്റ്റ് ഇരിക്കുന്നുണ്ട്. റിസപ്ഷൻ കൗണ്ടർ ഹി വിൽ ചെക്ക് ഓൾ യുവർ റെക്കോർഡ്സ്. അദ്ദേഹം ചെക്ക് ചെയ്യും. ചിത്രഗുപ്തൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിത്രഗുപ്തൻ കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഈ ഭൂമിയിൽ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണ് ചെയ്തത്. ഈ സൽക്കർമ്മങ്ങൾക്കനുസരിച്ച് അയാൾ ലെഡ്ജറൊക്കെ എടുത്ത് നോക്കും. നീ ജീവിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റൂമായിരിക്കും നിനക്ക് കുറച്ചു കാലം ഇവിടെ ഈ ലോകത്തിൽ താമസിക്കാൻ. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ച് നല്ല മേഖലയിലേക്ക് വിടാം. അല്ല നരകീയമായ കാര്യങ്ങളാണ് ചെയ്തെങ്കിൽ, വില്ലനിറ്റി ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട് അല്ലേ, ചില വില്ലന്മാരുണ്ട്. ഗീതയിലൊക്കെ പറയും ഇവിടെ കൊല്ലലും കൊല്ലിപ്പിക്കലും ഒന്നും ഇല്ല എന്ന്. കാരണം ആർക്കും മരണം അനിവാര്യ ഘടകമാണ്, എല്ലാവർക്കും മരണം വരും, അത് ഷുവർ. അപ്പൊ തൽക്കാലം അതുകൊണ്ട് ചിലക്ക് നേരത്തെ വരും, ചിലക്ക് വഴുകി വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ജീവിച്ചിരിക്കുമ്പോൾ നീ ചെയ്തു കൂട്ടിയ ആ ഇതുണ്ടല്ലോ, അതിനനുസരിച്ചാണ് 2 റൂമിലേക്ക് സാധാ തിരിച്ചുവിടുക എന്നൊക്കെയാണ് മറ്റ് സെമിറ്റിക് റിലിജിയൻ പറയുന്നത്. പക്ഷെ ഇവിടെയും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. കാരണം ഇവിടെ 2 റൂമിലേക്കല്ല വിടുന്നത്. സെമിറ്റിക് റിലിജിയനിലൊക്കെ ഒരു സ്വർഗവും നരകവും ഉണ്ടെന്നും അതില് ഇതൊക്കെ പഠിക്കുമ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് തന്നെയാണ്. നരക കാര്യങ്ങളിലേക്ക് വിടുമ്പോൾ അവിടെ കുറച്ച് പീഡനങ്ങളൊക്കെ ഉള്ള വേറെ റൂം ഉണ്ടാവും. കുറച്ച് നല്ലവർക്ക് അത് നമ്മൾ ആദ്യം കാറ്റഗറൈസ് ചെയ്തു. ഒരു ദിവ്യശരീരി നേരെ വിഷ്ണു ലോകത്തിലേക്കാണ് പോകുന്നത്. അദ്ദേഹത്തിന് ഈ യാതനകളൊന്നും അനുഭവിക്കണ്ട അല്ലേ. സന്യാസിമാര് ഇതേമാതിരി വിദ്വസ അല്ലെങ്കിൽ ഇതേമാതിരത്തെ എന്താ പറയുക ആധ്യാത്മിക കാര്യങ്ങൾ മുഴുകുന്നവര്, അതുപോലെ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരൊക്കെ തൻ്റെ സാധനയിലൂടെ മോക്ഷ ശരീരത്തെ പ്രാപിച്ച് സാൽവേഷൻ കിട്ടി അദ്ദേഹം നേരിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രാപിക്കും. പിന്നെ 2ാമത് ജന്മം എടുക്കേണ്ടി വരില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. എന്നാൽ ഇത്തരം കാമനകൾ തീരാതെ എനിക്ക് വീണ്ടും ജീവിക്കണം എന്ന് വിചാരിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കുറേ വേണ്ടാത്ത കൃത്യങ്ങൾ മുഴുകിയവർ ഉറപ്പായിട്ടും പിന്നെ പ്രാപിക്കുന്നത് നരകീയ യാത്രയാണ്. അങ്ങനെ അവിടുന്ന് ചിത്രഗുപ്തൻ കാറ്റഗറൈസ് ചെയ്യും. നിങ്ങൾ അടുത്ത് ഏത് യോനിയിലേക്കാ പോകേണ്ടത് എന്നാണ് നമ്മൾ പറയുന്നത്. ബ്രഹ്മയോനിയിൽ നിന്ന് നമ്മുടെ ജീവയോനികളെ പ്രാപിക്കുമ്പോൾ ഏത് ഗർഭപാത്രത്തിലേക്കാണ് പോകേണ്ടത്? പച്ചയായി പറഞ്ഞാൽ ഏത് ഗർഭപാത്രത്തിലാണ് നിന്റെ ജീവാംശം പോയി 2ാമത് ജനിക്കേണ്ടത്? ഡൗട്ടുള്ളവരുണ്ടാവും. അതായത് ഉറക്കത്തിൽ നിന്ന് നീ ഉണരുമ്പോൾ എൻ്റെ പൊന്നുമോനെ, നീ ഏത് അന്ത്യപ്രളയത്തിൻ്റെ അവസാനത്തിൽ നീ ഏത് യോനിയാണ് ഇതിലൂടെയാണ് ജനിക്കേണ്ടത്? ഒരു പൂച്ചക്കുട്ടിയുടെ, പട്ടിയുടെ ആണോ, നരിയുടെ ആണോ, അല്ലെങ്കിൽ സിംഹത്തിൻ്റെ ആണോ, അത് ആനയുടെ ആണോ, അതോ മനുഷ്യരുടെ ആണോ? ഇനി മനുഷ്യരുടെ തന്നെയാണെങ്കിലും നല്ല മനുഷ്യരുടെ ആണോ, ചീത്ത മനുഷ്യരുടെ ആണോ, ഒരു നല്ലയായ അമ്മയുടെ ഗർഭപാത്രത്തിലേക്കാണോ നിന്റെ ജീവാംശത്തെ സന്നിവേശിക്കേണ്ടത്? ഇതൊക്കെ ചിത്രബുദ്ധനാണ് അത്ര തീരുമാനിക്കുക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സഞ്ചിത സംസ്കാരത്തിന്റെ ആകെ തുകയെ നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ സ്വരൂപിച്ചു വെച്ച സംസ്കാരം ഉണ്ടല്ലോ, അത് 916 ആയിട്ടുണ്ടെങ്കിൽ, അതായത് എന്താ പറയുക 916 എന്ന് പറഞ്ഞാൽ എന്താ, തങ്കം മനസ്സിന്റെ ഉടമയാണെങ്കിൽ നിങ്ങൾ അതിനേക്കാൾ നല്ല തങ്കപ്പെട്ട ശരീരത്തിലേക്ക് ആയിരിക്കും നിങ്ങൾ ജനിക്കുക. അവിടെ ചില ആൾക്കാരൊക്കെ ഉണ്ട്, എനിക്ക് എന്തിനാ ദൈവം ഇങ്ങനെ ജന്മനാ തന്നെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ക്ലേശങ്ങളും ഒക്കെ തരാൻ കാരണം അത് നിങ്ങൾ മുമ്പേ ചെയ്തു വെച്ച സുഹൃതങ്ങളുടെ അനുഭവമാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താൽ അടുത്ത ജന്മത്തിലെങ്കിലും നിങ്ങൾ നല്ല യോനിയിലേക്ക് പോകും. നല്ല മഹാത്മാവായിട്ട് അധികം യാതനകളോ ദുരിതങ്ങളോ, ദൈവത്തിന് ഒരു പണിയില്ല, അല്ലെങ്കിൽ ദൈവമല്ല നിങ്ങളുടെ നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് യുവർ ഓൺ ആക്ഷൻ. നമ്മുടെ സ്വന്തം ആക്ഷൻ തന്നെയാണ് നമുക്ക് അടുത്ത് എങ്ങോട്ടാ പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് അല്ലേ. നന്നായി അധ്വാനിക്കുന്നവനെ അതിന്റെ അനന്തരഫലം കിട്ടുക തന്നെ ചെയ്യും. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത് ഉള്ള പ്രയാണം കിട്ടുന്നത്. ഇതൊന്നുമില്ലാതെ
ജീവിച്ചാൽ അവന് ഈ നരകീയ യോനിക്ക് തന്നെ പോകേണ്ടി വരും. അപ്പം മനുഷ്യനായി പിറന്നിട്ടും കുറേ യോനിയിലുള്ള കുറേ പിന്നെ ഭാവങ്ങളെ പ്രാപിച്ച അവസാനമാണ് ഈ മനുഷ്യഭാവം വരുന്നത്. ഈ മനുഷ്യന് ബുദ്ധിശക്തി എന്ന് പറഞ്ഞ ഒന്നുണ്ടായിട്ടും വീണ്ടും നല്ല ഒരു ദിവ്യമായ ശരീരം നമുക്ക് പ്രദാനം തന്നിട്ടും മാനുഷ്യവശങ്ങളെ വെച്ച് പുലർത്താതെ മൃഗീയ വാസനകളെ മാത്രം ചെയ്യുകയാണെങ്കിൽ അവൻ അടുത്ത മൃഗമായി ജനിക്കും, നോ ഡൗട്ട്. കാരണം മനുഷ്യനായി ജനിച്ചിട്ടും കടുവയെ പോലെ കട്ടിച്ചു കീറുന്ന സ്വഭാവക്കാരൻ അടുത്ത ജന്മത്തിൽ നോ ഡൗട്ട് ഒരു കടുവ തന്നെ ആയിരിക്കും ജനിക്കുക, മനുഷ്യനായിരിക്കില്ല, നേരെ കീഴ്പോട്ടായിരിക്കും പോവുക. അപ്പൊ അതിനനുസരിച്ചാണ് ഇത് നിർണയിക്കുക എന്നാണ്. അത് ചിത്രഗുപ്തൻ വ്യക്തമായി ചിത്രഗുപ്ത വിൽ റെക്കോർഡ് ഓൾ ആൻഡ് എവറിത്തിങ് വാട്ട് യു ഡിഡ് ഹിയർ ഇൻ ദിസ് എർത്തലി വേൾഡ്. ഈ എർത്തലി വേൾഡ് നിങ്ങൾ എന്ത് ചെയ്തു അത് കറക്റ്റ് രേഖാപുസ്തകം നോക്കി ചെയ്യും. അങ്ങനെ നിങ്ങൾ നരകത്തിൽ വെച്ച് ചിത്രഗുപ്തന്റെ തെളിവെടുപ്പത്തിന് വിധേയമായി കഠിന ശിക്ഷകൾ അവിടെ വെച്ച് ഏറ്റുവാങ്ങണം. ആ കഠിന ശിക്ഷകൾ ഏറ്റുവാങ്ങി നിങ്ങളുടെ നരകങ്ങൾ തീരുമ്പോൾ ആണ് നിങ്ങൾ അടുത്തൊരു അല്ലെങ്കിൽ ശരീരം പ്രാപിക്കുന്നത്, വേറൊരു മനുഷ്യനായി പിന്നീട്. പക്ഷെ അങ്ങനെ ആ സമയത്തും കുറച്ച് നിങ്ങൾ ചെയ്തു കൂട്ടിയ പാപത്തിന്റെ ഭാഗം ഉണ്ടാവും. അത് ശേഷപാപം എന്ന് പറയും. അതായത് ശേഷിക്കുന്ന വീണ്ടും അവശേഷിക്കുന്ന കുറച്ച് പാപങ്ങൾ ഉണ്ടായിരിക്കും. ആ ജന്മനാലുള്ള ഈ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തു തീർത്തിട്ടും കഠിന ശിക്ഷകൾ ഏറ്റുവാങ്ങിയിട്ടും തീരാത്ത ശേഷപാപത്തോടെ ജനിക്കുമ്പോൾ ആ ശേഷപാപത്തിന്റെ ദുഃഖമാണ് നമ്മൾ ജനിക്കുന്ന വീടുകളിൽ നമ്മൾ കഷ്ടപ്പാടിനെയൊക്കെ കാരണം. അല്ലാണ്ട് ജന്മനാൽ നമ്മളൊന്നും ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഈ ശരീരം നമുക്ക് കിട്ടുമ്പോൾ അത് അതീവ പവിത്രമാക്കി തീർത്താൽ അടുത്ത ജന്മം സ്വർഗീയമായിരിക്കും. ഇത് നരയാത്രത്തിൻ്റെയാണ്. അപ്പൊ ഇത് നരലോകത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് നരകത്തിലേക്കുള്ള യാത്രയിൽ പോകുമ്പോഴാണ്. അപ്പം താഴത്തോട്ടുള്ള അതലത്തിലാണോ, വിതലത്തിലാണോ, സുതലത്തിലാണോ, അതോ തലാതല ലോകത്തിലാണോ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അതൊക്കെ താഴോട്ട് 7 ലോകവും മുകളിലോട്ട് 7 ലോകവും ഉണ്ട്. അപ്പം സത്യലോകം അങ്ങനെ കുറെ ലോകം മുകളിലേക്കുണ്ട്. അത് അങ്ങനെയാണ് 7 14 ലോകം എന്ന് പറഞ്ഞത്. അപ്പൊ ഈ 14 ലോകങ്ങൾ നമ്മൾ മുകളിലേക്കാണോ പോകേണ്ടത്, ഊർധ്വഗതിയിലേക്കാണോ പോകേണ്ടത്, അധോഗതിയിലേക്കാണോ പോകേണ്ടത്? അപ്പൊ ഡിയേഴ്സ്, അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം. ഇതെന്താ നമുക്ക് മനസ്സിലായത്? മരണാനന്തരം നമ്മൾ ഏത് യോനിയിലേക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അടുത്ത ആത്മാവിന്റെ പ്രയാണം എന്ന് ഏറ്റവും ഷോർട്ടാക്കിയിട്ടുള്ളൊരു വിവരണമാണ് തന്നത്. ഇത് ഭാഗവത്തിലും മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ പലവിധ ഉപനിഷത്തിലുമൊക്കെ ചാന്തോക്യ ഉപനിഷത്തിലൊക്കെ ഇത് വളരെ വിശാലമായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത്ര വിശാലമായൊരു വ്യാഖ്യാനം നമ്മൾ നടത്തിയിട്ടില്ല. കേവലം സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു വ്യാഖ്യാനമാണ്. അതുകൊണ്ട് തന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും ചൊല്ലി അത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലല്ല, സിമ്പിൾ ഹമ്പിളായ രീതിയിലാണ് നമ്മൾ ഇത് വിവരിച്ചിട്ടുള്ളത്. ഇനി ഇത് തന്നെ മരണാനന്തരം നമ്മുടെ ആധുനിക ശാസ്ത്ര വീക്ഷണത്തിൽ എങ്ങനെ എന്ന് വേണമെങ്കിൽ അതും നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം ഇതാണ് വാട്ട് ഈസ് ഡെത്ത്, എന്താണ് മരണം, വാട്ട് ഈസ് അറ്റ് ദ ടൈം ഓഫ് ഡെത്ത്, മരണസമയത്ത് എന്താണ്, വാട്ട് ഈസ് ആഫ്റ്റർ ഡെത്ത് എന്താണ്, ഇതാണ് നമ്മൾ ഈ 3 വീഡിയോയിൽ ചർച്ച ചെയ്ത് നോക്കി. അപ്പം അതുകൊണ്ട് ഇത്തരം വീഡിയോകൾ കേൾക്കണം എന്നുള്ളവർ നമ്മുടെ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. പിന്നെ ബെൽ ബട്ടണൊക്കെ അമർത്തിയാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോ.